ഞങ്ങൾ വീണ്ടും വനത്തിലൂടെ തന്നെ ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ ചെറിയൊരു ട്രെയിൽ അതിനകത്തൂടെ നടക്കുന്നത്. ആ, ഒരുപാട് ആളുകൾ അങ്ങനെ നടന്നുകൊണ്ട് പോയി. അപ്പോൾ ഇവരുടെ ഈ സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങളങ്ങനെ പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആളുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഈ ഈ ആ, അങ്ങോട്ട് നടന്നങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കൊച്ചു മകള് കേട്ടോ. ആ മകള് അവിടെ ഒരു ഒരു ഇച്ചിരി ഉയരമുള്ള ഒരു പാറയുണ്ട് കേട്ടോ. ആ പാറയുടെ മുകളിൽ നിങ്ങൾ ദൂരെ നിന്ന് വരുമ്പം ഈ കൊച്ചു കുട്ടി ഇങ്ങനെ കുത്തിയിരിക്കുക അതിനകത്ത്, അതിൻ്റെ മുകളിൽ. ഈ അപ്പം ഞാൻ കണ്ടപ്പോൾ നല്ല രസമുണ്ട് അതിനെ കാണാൻ. വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ അവർ ചെന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഒരു പിക്ചർ എടുത്തോട്ടെ എന്ന്. അവർക്ക് വളരെ സന്തോഷമായി, എടുക്കാൻ പറഞ്ഞു അവർ. ഓക്കെ, യു ക്യാൻ, വളരെ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു പടം ആ കുഞ്ഞ് അത് ഞങ്ങളുടെ അടുത്ത് കൈയൊക്കെ വീശി യാത്രയൊക്കെ പറഞ്ഞു. ആ പടമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ നടന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഈ ട്രെയിൽ ഒരിടത്ത് അവസാനിക്കുക. കാരണം അവിടെ ഏതോ മരം എന്തോ വീണിട്ട് അവിടെ ആ ട്രെയിൽ അവിടെ അവസാനിക്കുകയാണ്. അത് വഴി മാറിപ്പോകണം. പിന്നെ ഞങ്ങളത് വേറെ വഴി തിരിഞ്ഞ് അതിൻ്റെ ലെഫ്റ്റിലേക്ക് മാറിയിട്ട് ഞങ്ങൾ അതിൽ നിന്നൊന്ന് പോയി നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി ആ വഴി തെറ്റിപ്പോയെന്ന്. വീണ്ടും ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ അവിടെ തിരിച്ചു വന്നിട്ട് അതിനകത്തുകൂടെ തന്നെ വേറൊരു വഴി കൂടെ കയറി നടന്ന് ഇങ്ങനെ നടക്കുക. അപ്പം തളർച്ച തോന്നി തുടങ്ങി. കാരണം നല്ല ഡിസ്റ്റൻസ് ആയിട്ടുണ്ട് നടത്താം, ഉദ്ദേശിച്ചത് കൂടുതലായി. അപ്പം മുമ്പോട്ട് ചെന്നപ്പോൾ ദൂരെ ടാർ റോഡ് കണ്ടു. ദൂരെ കാണാൻ വാഹനങ്ങൾ പോകുന്നത് കണ്ടു. അപ്പോൾ മനസ്സിലായി നമ്മുടെ ഈ തടാകത്തിനടുത്ത് നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ ഞങ്ങൾ നടന്ന് ഈ മെയിൻ റോഡിലേക്ക് നടന്ന് കയറി. പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ലക്ഷ്യമാക്കി കാറ് കിടക്കുന്നിടത്തേക്ക് പോകാനായിട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം, അതായത് പല ഭാഗങ്ങളിലും നമുക്ക് ഇതേപോലെ ഈ ടെൻറ്റ് ക്യാമ്പ് അതിൻ്റെ ക്യാമ്പിംഗ് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ ഈ ടെൻറ്റ് കെട്ടാൻ പറ്റൂ. അതിനകത്ത് ഇവർ വന്ന് ദിവസങ്ങളോളം ഇതിനകത്ത് താമസിക്കും. ഇവിടെ അവർക്ക് ഈ ആവശ്യമുള്ള റെസ്റ്റ് റൂംസ് എല്ലാം ഇതിനകത്ത് തന്നെ വനത്തിനകത്ത് പല ഭാഗങ്ങളിലുണ്ട്. ഈ പലരും ഇതിനകത്ത് ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഈ മേശയൊക്കെ ഇട്ട് അവിടെ ഇരുന്നിട്ട് അവർ കൊണ്ടുവരുന്നുമുണ്ട്. പിന്നെ അല്ലാതെ വനത്തിൽ ഇത് മേശ ചിലയിടത്തൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഈ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് വെള്ളവും കാറിൽ നിന്ന് എടുത്തില്ല, ഒന്നും കഴിക്കാനുള്ള ഒരു സാധനവും എടുത്തതുമില്ല. പിന്നെ ഈ ആളുകൾ ഈ ആഹാരമൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കൊരു മനപ്രയാസം എന്ന് വെച്ചാൽ വിശപ്പൊക്കെ തുടങ്ങി, ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട്. അപ്പം അവരുടെ തങ്ങനെ ഇച്ചിരി ചോദിക്കുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ആലോചിച്ച് നോക്കി. കാരണം ഇത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അനങ്ങാതെ നടന്നാണ് ഈ റോഡിൽ ഇറങ്ങിയിട്ട്. പിന്നെ റോഡിൽ കൂടെ അതിന് വലത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളില്ല പഴയ ഇത് കണ്ടു, ഈ സ്ഥലം കണ്ടു, നമ്മുടെ ഈ ചെക്ക് പോയിന്റ് അത് കണ്ടു. ആ ചെക്ക് പോയിന്റ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ വലത്തേക്ക് ഇറങ്ങി വനത്തിനകത്തേക്ക് കയറി. ട്രെയിലിനകത്ത് ചെന്ന് കയറിയാൽ ഈ തടാകത്തിൻ്റെ കരയിലെത്താം. അങ്ങനെ ഞങ്ങൾ നടന്ന് വീണ്ടും ഏതാണ്ട് ഒരു 1/4 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ ഈ വനത്തിലൂടെ ഈ തടാകത്തിൻ്റെ കരയിലെത്തി. അവിടെ ചെന്നപ്പോൾ ധാരാളം ആളുകളാണ്. ഞാനീ പറഞ്ഞതുപോലെ ഒരുപാട് പേര്, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച്, അവരുടെ ആ ഉത്സാഹം കാണണം. അവർ ഈ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബോർഡ് എന്ന്, അതിനെ പാഡിൽ ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ പാഡിൽ ബോർഡുമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിലുണ്ട്. അതിൽ എഴുന്നേറ്റ് നിന്ന് അവർ തുഴഞ്ഞു പോകുന്നത് കാണണം. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ കാല് രണ്ടും ആ പാഡിൽ ബോർഡിലോട്ട് മടക്കി ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് അവർ തുഴഞ്ഞ് ആ പാഡിൽ ബോർഡുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഈ ചെറിയ വള്ളങ്ങൾ അവിടെ വാടകയ്ക്കും അത് കിട്ടും കേട്ടോ. ആ വള്ളങ്ങൾ അതിനകത്തൊക്കെ വിത്ത് ഫാമിലി, അതായത് ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളുമായിട്ട് അവരും കയറിയിരുന്ന് തുഴഞ്ഞ് പോകുന്നുണ്ട്. അവരൊക്കെ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ജാക്കറ്റും ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫോറിനേഴ്സ്, ഞാൻ പറഞ്ഞ ഫോറിനേഴ്സ് എന്ന് പറയാൻ ഒക്കത്തില്ല, ഇവിടുത്തുകാർ എന്നേ പറയാൻ ഒക്കും, നമ്മളല്ലേ ഫോറിനേഴ്സ് ഇവിടെ. അപ്പോൾ അവർ, ഈ ഫോറിനേഴ്സ് മാത്രമാണ് ഈ ജാക്കറ്റ് ധരിച്ചേക്കുന്നത്. മറ്റേ ഇവരാരും ജാക്കറ്റൊന്നും ധരിച്ചിട്ടില്ല. കാരണം ഇവർക്ക് ഈ വെള്ളത്തിലൊക്കെ അവർക്ക് നല്ല പരിചയമാണ്. അവർ അതിലൂടെ ധാരാളം ആളുകൾ ഇങ്ങനെ ബോട്ടിലൂടെ തുഴഞ്ഞ് ഉല്ലസിച്ച് ഇങ്ങനെ പോവാണ്. വളരെ ഫാസ്റ്റായിട്ട് തുഴയുന്നു ചിലർ വളരെ സാവധാനം തുഴഞ്ഞു പോന്നു.
അതിനെ അതായത് ഒരു ഒരു കുറേ വലിയ തടാകമാണ്. അതിനകത്ത് മുഴുവൻ ഇതാണ്. അവരുടെ വലിയ ഒരു ആഘോഷമാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വളരെ ഉല്ലാസമാണ്, ഉല്ലസിക്കുകയാണ്. കാരണം ഈ സമ്മർ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അവർ ആലോചിച്ച് തീരുമാനിച്ചു വെക്കും. അപ്പോൾ സ്കൂളൊക്കെ ഇപ്പോൾ അവധിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങി ഇറങ്ങും. അവർ പിന്നെ കാണാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സൂവിൽ പോവും. അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സൂവിലോട്ട് പോവും. പിന്നെ അതേപോലെ അവർ മറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, കൂടുതലും നേച്ചർ ലവേഴ്സാണ് ഇവിടെ. അതായത് ഈ പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ. അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ഈ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, നേച്ചർ ലവേഴ്സ് ആണ് മിക്കവാറും ആളുകൾ. ഈ കുഞ്ഞുങ്ങളെ കൊച്ചുനാൾ മുതൽ അവരിതുപോലെ ട്രെയിൻ ചെയ്യുകയാണ് നേച്ചറിനെ ലവ് ചെയ്യാൻ. അപ്പോൾ ആ നേച്ചർ, ഒരു മിഠായിയുടെ തൊലി പോലും നമുക്ക് അവിടെ എങ്ങും കാണാൻ കിട്ടത്തില്ല. വനത്തിലായാൽ പോലും ഒരു പേപ്പർ കഷ്ണം നമുക്ക് അവിടെ കിട്ടത്തില്ല. കാരണം അവിടെ എന്താ അറിയോ, അവിടെയായിട്ട് വേസ്റ്റ് ബിന്ന് അവിടെ പോലും വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടിടും. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഇത് വനമല്ലേ ചുമ്മാ അങ്ങോട്ട് കളഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് ഭക്ഷണ സാധനങ്ങളോ അതുപോലെ തന്നെ നമ്മൾ ഈ കടിച്ചു തിന്നെന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ ഭാഗങ്ങളോ ഒന്നും ആരും നമ്മൾ ഈ വനത്തിലേക്കോ റോഡിലേക്കോ ഒന്നും സൈഡിലേക്കോ ഒന്നും വലിച്ചെറിയത്തില്ല. വളരെ അന്തസ്സായിട്ട് നടന്നു പോകും, അതേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ ഒരു ബെഞ്ചിൽ ഞങ്ങളുണ്ട്. അവിടെ ഒരു ഇതിനു വേണ്ടി ഇരിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ ഫാമിലി കേട്ടോ, അവരും ഇതേപോലെ അവിടെ വന്ന് അവരുടെ ഒരു അച്ഛനമ്മ, അയാളുടെ മകൻ, അതുപോലെ മരുമകൾ, 2 കുഞ്ഞുങ്ങൾ അവരുമായിട്ട് വന്നു. അപ്പോൾ അവർ ബാംഗ്ലൂർ സ്വദേശികളാണ് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങോട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അവർ വളരെ സന്തോഷഭരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മകനും മരുമകളും ഈ കുഞ്ഞുങ്ങളും ഇതേപോലൊരു ബോട്ടിനകത്ത് കയറി തുഴഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് വളരെ അവർ ആസ്വദിക്കുകയാണ് കേട്ടോ. ആഹാരമൊക്കെ ഇവർ എല്ലാം കൊണ്ടുവരും. ഇവിടെ വരുന്നവരെല്ലാം ആഹാരം കൊണ്ടുവന്നിട്ട് അതായത് ഈ ആഹാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഈ സ്നാക്സ് ഒന്നും അല്ല. അവർ ഫുഡ് കൊണ്ടുവന്ന് അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അത് ആ മേശയിലിരുന്ന് വളരെ കുശാലായ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആഹാരം. അത് നമുക്ക് കാണാം. കാരണം എന്താ പറയുക, ഇത് അവരുടെ ലൈഫ് ഇതാണ്. ഈ നേച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങ് ജീവിക്കുകയാണ് അവർ. അവിടെ നിന്ന് ഞങ്ങൾ ഇതെല്ലാം ഈ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ കാറിൽ കയറാൻ വീണ്ടും ഞങ്ങൾ ഇരുന്നിടത്തു നിന്ന് വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം നടന്നു വേണം പോയി കാറിൽ കയറാൻ. അപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. കാറിൽ കയറി ഞങ്ങൾ അവിടുന്ന് കാർ ഓടിച്ച് ഞങ്ങൾ തിരികെ വരികയാണ്. തിരികെ വന്നു. ഈ നേരെ ഈ ഹിൽസ്ബറയിലേക്ക് വരുന്ന വഴി ആണ്. ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ആഹാരം കഴിക്കാനായിട്ടുള്ള ഒരു കട അന്വേഷിച്ചു. നേരെ അവിടെ പോയി അത് നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടേക്കാണ്. പിന്നെ അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തേക്കാണ്. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോയി മറ്റൊരു സ്ഥലത്ത് കയറിയിട്ട് ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യമുള്ള ആഹാരമൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വീട്ടിൽ തിരികെ എത്തി.